ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. മലയോര ജനതയുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനിയുടെ നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസ് നേതാക്കളും സർക്കാർ പ്രതിനിധികളും തമ്മിൽ ചർച്ച നടത്തി. സർക്കാർ തലത്തിൽ സ്പീക്കർ എൻ ഷംസീർ, വനമന്ത്രി കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള സംഘം പങ്കെടുത്തു. വനാതിർത്തിയിൽ താമസിക്കുന്നവരെ ഉൾപ്പെടുത്തി വന്യജീവി പ്രതിരോധ സേന രൂപീകരിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉടൻ സഹായധനം നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ, ഗ്ലോബൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേൽ, തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത്, മാനന്തവാടി രൂപത പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തുങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ടീം മിഷൻ 2K33 വിവിധ ജില്ലകളിൽ നടത്തുന്ന പ്രതിമാസ ക്രിസ്തുരാജ്യത്വ സന്ദേശ റാലികൾ മാതൃകാപരമാണെന്ന് CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. തൃശൂർ ജില്ലയിലെ വിവിധ ക്രിസ്തുരാജ പള്ളികളെ പരസ്പരം ബന്ധിപ്പിച്ച് ടീം മിഷൻ 2K33 ജൂൺ 30 ഞായറാഴ്ച നടത്തിയ 8ാമത് ക്രിസ്തുരാജ്യത്വ സന്ദേശ റാലി കണ്ണംകുളങ്ങര ക്രിസ്തുരാജ പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മിശിഹായുടെ കുരിശുമരണത്തിന്റെയും ഉയർപ്പിന്റെയും പെന്തക്കോസ്തായുടെയും സഭാസ്ഥാപനത്തിന്റെയും മഹാജൂബിലി വർഷമായ 2033 പ്രസക്തി ലോകമെങ്ങും അറിയിക്കുന്നതിന് ടീം മിഷൻ 2K33 കാണിക്കുന്ന താൽപര്യവും ഉത്സാഹവും മാതൃകാപരമാണെന്ന് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ചൂണ്ടിക്കാട്ടി. അഭിവന്ദ്യ പിതാവ് ആശീർവദിച്ചു നൽകിയ പതാക ഫിയാത്ത് മിഷൻ ചെയർമാൻ സ്വീറ്റി ജോർജ്, ടീം മിഷൻ കൺവീനർ PV ജോസഫിന് കൈമാറിയതോടെ റാലി ആരംഭിച്ചു. വിശുദ്ധ അൽഫോൻസാമ നമ്മുടെ ഭക്തിയുടെ പൂർത്തീകരണമാണെന്നും ആ വിശ്വാസ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ ഓരോ വിശ്വാസിയും ബാധ്യസ്ഥരാണെന്നും പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന വിശുദ്ധ അൽഫോൻസാമ തീർത്ഥാടനത്തിന്റെ തിരുനാൾ കൊടി ഉയർത്തിയ ശേഷം പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കൊടിയേറ്റ ചടങ്ങുകളിൽ റെക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസി സാനിത്തോട്ടം, വൈസ് റെക്ടർ ഫാദർ ആന്റണി തോണക്കര എന്നിവർ പങ്കെടുത്തു. തിരുനാളിന്റെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 5:30, 6:45, 8:30, 10, 11:30, ഉച്ചകഴിഞ്ഞ് 2:30, 4, 5, 7 എന്നീ സമയങ്ങളിൽ കുർബാന തീർത്ഥാടന കേന്ദ്രത്തിലുണ്ടായിരിക്കും. രാവിലെ 11:30 കുർബാന ബിഷപ്പുമാരുടെ കാർമ്മികത്വത്തിലായിരിക്കും. എല്ലാ ദിവസവും വൈകിട്ട് 6:15 ജപമാല പ്രാർത്ഥനയും നടത്തും. അബോർഷനിലൂടെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല, ദയാവധത്തിലൂടെ മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നതും ക്രൂരതയാണെന്ന് കൊല്ലം രൂപത മെത്രാനും KCBC പ്രൊലൈഫ് പ്രസിഡന്റുമായ ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി അഭിപ്രായപ്പെട്ടു. അബോർഷനിലൂടെ കൊല്ലപ്പെടുന്ന കോടാനുകോടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിലപിക്കാൻ ആരുമില്ലെന്നും ബിഷപ്പ് പറഞ്ഞു. KCBC പ്രൊലൈഫ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും ആരംഭിച്ച ജീവസംരക്ഷണ സന്ദേശയാത്ര നെയ്യാറ്റിൻകര ലോഗോസ് പാസ്റ്റർ സെന്ററിൽ എത്തിച്ചേർന്നതിന് ശേഷമുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നെയ്യാറ്റിൻകര ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ മോൺസിനർ G. ക്രിസ്തുദാസ്, ജെയിംസ് ആഴ്ചങ്ങാടൻ, ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ, സാബു ജോസ് എന്നിവർ പ്രസംഗിച്ചു. ജീവനെതിരെയുള്ള തിന്മകളായ ഭ്രൂണഹത്യ, ദയാവധം തുടങ്ങിയ തിന്മകളിൽ നിന്നും സമൂഹത്തെ മോചിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് പ്രോലൈഫ് പ്രവർത്തകരെന്ന് മാവേലിക്കര രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ്. KCBC പ്രൊലൈഫ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് രൂപതാസ്ഥാനത്ത് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ദൈവസ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജീവൻ അതിന്റെ സ്വാഭാവിക പരിസമാപ്തി വരെ സംരക്ഷിക്കാൻ സഹോദരങ്ങളുടെ കാവൽക്കാരാകാൻ ഓരോരുത്തർക്കും കഴിയണമെന്ന് മാർ ഇഗ്നാത്യോസ് പറഞ്ഞു. മാവേലിക്കര രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ സ്റ്റീഫൻ കൊളത്തുംകരോട്ട്, പ്രൊലൈഫ് ഭദ്രാസന ഡയറക്ടർ ഫാദർ വിജയാനന്ദ് എന്നിവർ പ്രസംഗിച്ചു. വനത്തിനുള്ളിൽ തന്നെ വന്യമൃഗങ്ങൾ കഴിയുന്ന വിധമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമെന്നും അവ നാട്ടിലെത്താനുള്ള കാരണങ്ങൾ കണ്ടെത്തി അത് ഒഴിവാക്കുന്നതിനുള്ള പദ്ധതികൾ ബഹുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കണമെന്നും ഡോക്ടർ ജോസഫ് മാർ ബർണാബാസ് സഫ്രഗാൻ മെത്രാപ്പൊലീത്ത. മാർത്തോമാ സഭ വികസന വാരാചരണം റാന്നിയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വിമോചനമാണ് വികസനത്തിന്റെ അടിസ്ഥാനമെന്നും ദാരിദ്ര്യ ലഘൂകരണത്തിനും തൊഴിലില്ലായ്മ പരിഹരണത്തിനും ഉതകുന്ന പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കണമെന്നും സഹായം കവറിലാക്കിയാൽ സുസ്ഥിര വികസനം യാഥാർത്ഥ്യമാകില്ലെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ഡോക്ടർ യുവാക്കിം മാർ കുറിലോ സഫ്രഗാൻ മെത്രാപ്പൊലീത്ത പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് നൽകേണ്ട സ്കോളർഷിപ്പ് തുക വകമാറ്റി വിദ്യാഭ്യാസ വകുപ്പ് കാറുകൾ വാങ്ങിയെന്ന CAG റിപ്പോർട്ട് ആശങ്കപ്പെടുത്തുന്നതാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് മുള്ളംകൊല്ലി ഫൊറാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷങ്ങളോടുള്ള സർക്കാരിന്റെ മനോഭാവം മാറ്റണമെന്നും ക്രിസ്തീയ ന്യൂനപക്ഷത്തോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സ്കോളർഷിപ്പ് ഫണ്ട് വകമാറ്റിയ ഉദ്യോഗസ്ഥരെ കൊണ്ട് തുക തിരിച്ചടപ്പിക്കുകയും അത് അർഹരായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന്
കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന ഡയറക്ടർ ഫാദർ ജെയിംസ് പുത്തൻപറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തന നിരതരായ നല്ല യുവത്വങ്ങളെ വാർത്തെടുക്കുവാൻ അവർക്കൊപ്പം താങ്ങും തണലുമായി നിൽക്കുന്ന ആനിമേറ്റേഴ്സിനായി ആനിമ 2K24 ആനിമേറ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. KCYM കണ്ണൂർ രൂപത സെക്രട്ടറി സെബി പി സന്തോഷ് സ്വാഗതമർപ്പിച്ച മീറ്റിംഗിൽ KCYM കണ്ണൂർ രൂപത ഡയറക്ടർ ഫാദർ ഷിജോ അബ്രഹാം അനുഗ്രഹ പ്രഭാഷണം, ആനിമേറ്റർ സിസ്റ്റർ നിമ്മി ആമുഖ പ്രഭാഷണവും നടത്തി. യുവജനങ്ങളെ എപ്രകാരമാണ് സഭയോട് ചേർത്ത് നിർത്തേണ്ടത് എന്നതിനെപ്പറ്റിയും പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കാൻ യുവജനങ്ങളെ എപ്രകാരം സജ്ജരാക്കാം എന്നതിനെപ്പറ്റിയും KCYM തലശ്ശേരി അതിരൂപതയുടെ മുൻ ഡയറക്ടറായ ഫാദർ ജിൻസ് ക്ലാസ് എടുത്തു. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെപ്പറ്റിയും തുടർ പ്രവർത്തനങ്ങളെപ്പറ്റിയും KCYM കണ്ണൂർ രൂപത പ്രസിഡന്റ് ഫെബിന ഫെലിക്സ് ആനിമേറ്റേഴ്സിനോട് സംസാരിച്ചു. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രദേശത്തുണ്ടായ ദുരന്തത്തെ മുൻനിർത്തി മാലിന്യ കുമ്പാരത്തിൽ പൊലിയുന്ന ജീവന് ആരുത്തരം പറയുമെന്ന ചോദ്യവുമായി KCYM മാനന്തവാടി രൂപത സ്റ്റേറ്റ്മെന്റ് ക്യാമ്പയിൻ ആരംഭിച്ചു. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ സാമൂഹ്യ മാധ്യമ പോസ്റ്ററുകൾ പങ്കുവച്ചുകൊണ്ടാണ് യുവജനങ്ങൾ ഈ ഉദ്യമത്തിൽ പങ്കാളികളാകുന്നത്. എല്ലാ മേഖലകളിലും വികസനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ മാലിന്യ സംസ്കരണത്തിന് മാത്രം ഇതുവരെയും ശാശ്വത പരിഹാരം കാണാൻ മാറി മാറി വരുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. ഈ സാഹചര്യത്തിൽ മാലിന്യ സംസ്കരണത്തിൽ ഭരണ സംവിധാനങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും മാലിന്യ വിമുക്ത സമൂഹത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുമാണ് KCYM മാനന്തവാടി രൂപതയിലെ യുവജനങ്ങൾ പ്രതികരണങ്ങളുമായി മുന്നോട്ടിറങ്ങാൻ തീരുമാനിച്ചതെന്ന് KCYM രൂപത പ്രസിഡന്റ് ശ്രീ ജിഷിൻ മുണ്ടക്കത്തറത്തിൽ അഭിപ്രായപ്പെട്ടു. താമരശ്ശേരി രൂപതയുടെ ആത്മീയ നവീകരണ കേന്ദ്രമായ പുല്ലൂരാംപാറ ബദാനിയ ധ്യാന കേന്ദ്രത്തിൽ 101 ദിവസം നീളുന്ന അഖണ്ഡ ജപമാല സമർപ്പണം ആരംഭിച്ചു. താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകി. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാണ് ഓരോ കുടുംബവും വിശദീകരിക്കപ്പെടുന്നതെന്നും അതുവഴിയാണ് ഭൂമിയിൽ സമാധാനം പുലരുന്നതെന്നും മാർ ഇഞ്ചനാനിയിൽ പറഞ്ഞു. താമരശ്ശേരി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ എബ്രഹാം വയലിൽ, പുല്ലൂരാംപാറ ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുരയിടത്തിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ലോകസമാധാനം, കുടുംബ വിശദീകരണം എന്നീ പ്രത്യേക നിയോഗങ്ങളോടെയാണ് ഈ വർഷത്തെ അഖണ്ഡ ജപമാല സമർപ്പണം നടത്തുന്നത്. മഴക്കാലത്തിന് മുമ്പേ ശുചീകരണ പ്രവർത്തനങ്ങളും റോഡുകളുടെ അറ്റകുറ്റപ്പണികളും നടത്താതെ ജനജീവിതം ദുഷ്കരമാക്കിയ സർക്കാർ നിഷ്ക്രിയത്വം പ്രതിഷേധാർഹമാണെന്ന് തൃശൂർ അതിരൂപത പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ. നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് KCYM തൃശൂർ PWD ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിരൂപത പ്രസിഡന്റ് ജിഷാദ് ജോസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മേജോ മോസസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷിജോ പള്ളിക്കുന്നത്ത്, വൈസ് പ്രസിഡന്റ് സ്നേഹ ബെന്നി, സിൻഡിക്കേറ്റ് അംഗങ്ങളായ സാജൻ ജോസ്, ആഷ്ലിൻ ജെയിംസ്, സെനറ്റ് അംഗങ്ങളായ ഡാനിയൽ ജോസഫ്, ഫൊറോന ഭാരവാഹികൾ, യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടനാട്ടിൽ കാർഷിക സമ്പ്രദായത്തിൽ കർഷക പരിശീലനവുമായി ചങ്ങനാശ്ശേരി അതിരൂപത ക്രിസ് ഇൻഫോം. ഇതിന്റെ ഭാഗമായി മാമ്പൂഴിക്കരി ക്രിസ് സെന്ററിൽ മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രവുമായി സഹകരിച്ച് കാർഷിക പരിശീലനം 3ാം ദിവസത്തെ ക്ലാസ് നടത്തപ്പെട്ടു. സർക്കാരുമായി യോജിച്ച് പ്രവർത്തിച്ച് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് കുട്ടനാട്ടിൽ പ്രാവർത്തികമാക്കിയാൽ പുതിയ കാർഷിക വിപ്ലവം സാധ്യമാക്കാൻ കഴിയുമെന്ന ലക്ഷ്യത്തിൽ ക്രിസ് ഇൻഫോം പ്രവർത്തക സമിതിയുടെ മേൽനോട്ടത്തിൽ ജൂൺ 26-ന് പ്രാരംഭ ക്ലാസ് ആരംഭിച്ചിരുന്നു. ജൂലൈ 2-ന് 2ാം ദിന ക്ലാസ് നെൽകൃഷിയിലെ നിരമൂൽക്കരും വളപ്രയോഗവും എന്ന വിഷയത്തെ ആധീകരിച്ചു നടന്നിരുന്നു. ആദ്യം അപേക്ഷിച്ചിരുന്ന 75 പേരാണ് തുടർ പരിശീലനത്തിനായി എത്തുന്നത്. PSC പരീക്ഷാർത്ഥികളോട് തുടരുന്ന പരിഹാസം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് KCYM SMYM താമരശ്ശേരി രൂപത രംഗത്ത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷൻ തുടരെ നടത്തുന്ന പരീക്ഷകൾക്ക് ശേഷം ചോദ്യകർത്താക്കളുടെ പിഴവ് മൂലം ചോദ്യങ്ങൾ പിൻവലിക്കുന്നത് പതിവായി മാറുകയാണ്. ജൂലൈ 2ാം വാരത്തിൽ നടത്തപ്പെട്ട ഡിഗ്രി പ്രീലിംസ് പരീക്ഷയിൽ മാത്രം ഇത്തരത്തിലില്ലാതാക്കിയത് 17 ചോദ്യങ്ങളാണ്. രാവുകളെ പകലുകളാക്കി പഠിക്കുന്ന പരീക്ഷാർത്ഥികളോട് തുടരുന്ന ഈ പരിഹാസം അവസാനിക്കാൻ PSC തയ്യാറാകണമെന്നും ആയിരങ്ങളുടെ പ്രതീക്ഷകൾ തുലാസിലാക്കുന്ന ഈ ദുർനടപടി അവസാനിപ്പിക്കാൻ ഒരു ഭരണഘടനാ സ്ഥാപനമെന്ന നിലയിൽ PSC തയ്യാറാവണമെന്നും KCYM SMYM താമരശ്ശേരി രൂപത ആവശ്യപ്പെട്ടു. ഖത്തർ സീറോ മലബാർ ദേവാലയത്തിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജൂബിലി സംഗമം 25-ന് സഭാ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ നടത്തപ്പെടും. പരിപാടിയിൽ ഖത്തറിൽ സഭയുടെ വളർച്ചയ്ക്കായി സേവനമനുഷ്ഠിച്ച ശേഷം തിരികെ വന്ന മുൻകാല പ്രവർത്തകരെയും നേതാക്കളെയും ആദരിക്കും. കർദിനാൾ മാർ ജോർജ് ആറഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയോടെ ചടങ്ങുകൾ ആരംഭിക്കും. സഭാ വക്താവ് ഡോക്ടർ കൊച്ചുറാണി ജോസഫ് നയിക്കുന്ന സെമിനാറിനു ശേഷം പൊതുസമ്മേളനം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും.
യോഗത്തിൽ നോർത്തേൺ അറേബ്യൻ വികാരിയേറ്റിന്റെ അപ്പസ്തോലിക് വികാർ മാർ ആൽഡോ ബെർദാഡിന്റെ അധ്യക്ഷത വഹിക്കും. ഭിന്നശേഷി വിഭാഗങ്ങളോടുള്ള പൊതുസമൂഹത്തിന്റെ സമീപനം ഇനിയും മാറേണ്ടതുണ്ടെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ. പത്തനംതിട്ട പ്രകാശധാര സ്കൂൾ ഫോർ ഡിഫറൻലി ഏബിൾഡിന്റെ രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സ്പെഷ്യൽ സ്കൂൾ, BRC, ബേർഡ് സ്കൂൾ തുടങ്ങിയവയിലെ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സഭാ സമൂഹം ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായി കളക്ടർ അഭിപ്രായപ്പെട്ടു. തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രാപ്പൊലീത്തായുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഭദ്രാസന സെക്രട്ടറി റവറൻ ജോൺസൺ കല്ലിട്ടതിൽ, കോർ എപ്പിസ്കോപ്പ ഫാദർ ജോൺസൺ മാത്യു എന്നിവർ പ്രസംഗിച്ചു. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ വിദ്യാഭ്യാസ സമ്മേളനം, അവാർഡ് ദാനം, പ്രവർത്തന വർഷ ഉദ്ഘാടനം എന്നിവ തൃശൂർ ഫാമിലി അപ്പസ്തോലിക് സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പടി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ ഒരു വർഷം നീണ്ടുനിന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. ജൂലൈ 12-ാം തീയതി ഇടവക സമൂഹത്തിൽ നിന്ന് മരിച്ചുപോയവർക്കും മരണമടഞ്ഞ മുൻ വികാരിമാർക്കും വേണ്ടി വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. കോതമംഗലം രൂപത ചാൻസലർ റവറൻ ഡോക്ടർ ജോസ് കുളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൊതുസമ്മേളന ദിനമായ 13-ാം തീയതി ശനിയാഴ്ച കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കാട്ടിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. ലൈഫ് സെന്റർ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ മാർ ജോർജ് പുന്നക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു. ജലവിഭവശേഷി വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം MLA ആന്റണി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. 14-ാം തീയതി ഞായറാഴ്ച കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ പൈസ് മലയക്കണ്ടം, മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്ങാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. കോട്ടയം അതിരൂപതയിലെ ഇടവകകളിൽ അടുത്ത 3 വർഷത്തേക്കുള്ള പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കായി എല്ലാ ഫൊറോനകളിലും പരിശീലനം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആദ്യ കൂടിവരവ് ചുങ്കം ഫൊറോനയിൽ നടത്തി. ചുങ്കം സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ഫൊറോനയിലെ എല്ലാ ഇടവകകളിലെയും പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെ സംയുക്ത കൂടിവരവ് കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. മഹാജൂബിലി വർഷമായ 2000 ആണ്ടിൽ ജൂബിലി സ്മാരകമായ തിരുഹൃദയ സന്യാസിനി സമൂഹം ആരംഭിച്ച ഹൃദയാരാം രജത ജൂബിലി നിറവിൽ ഡയറക്ടർ ഡോക്ടർ സിസ്റ്റർ റിൻസി അഗസ്റ്റിൻ SHന്റെ നേതൃത്വത്തിൽ ഡോക്ടർ സിസ്റ്റർ ജാൻസി പോൾ SH അസിസ്റ്റന്റ് ഡയറക്ടറായും ഡോക്ടർ സിസ്റ്റർ ജ്യോതിസ് പാലക്കൽ SH പ്രിൻസിപ്പളായും നേതൃത്വം നൽകുന്ന ഹൃദയാരാം ജൂബിലി വർഷത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ 25 പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഹൃദയാരാം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി തിരിതെളിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തളിപ്പറമ്പ് ഫൊറോന വികാരി ഫാദർ മാത്യു ആശാരിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വനിതകളെ സാമ്പത്തികമായും സാമൂഹ്യമായും ശാക്തീകരിക്കേണ്ടത് സഭയുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് അഭിവന്ദ്യ ഡോക്ടർ യോഹന്നാൻ മാർ ദിയോസ്കോറസ് മെത്രാപ്പൊലീത്ത അഭിപ്രായപ്പെട്ടു. യന്ത്രവൽക്കരണം ശക്തിപ്പെടുകയും തൊഴിലവസരങ്ങൾ കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് സ്വയം തൊഴിൽ രംഗത്തേക്ക് സ്ത്രീകൾ കൂടുതലായി കടന്നുവരണമെന്ന് മെത്രാപ്പൊലീത്ത പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നവജ്യോതി മോംസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.